സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലേക്ക് കടക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. എന്താണ് സ്വാതന്ത്ര്യദിനം? 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായത്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ ഓർമ്മ പുതുക്കലാണ് സ്വാതന്ത്ര്യദിനം. അന്നേ ദിവസം രാജ്യത്തുടനീളം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുകയും ദേശീയഗാനം ആലപിക്കുകയും ചെയ്യുന്നു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. ഓരോ ഇന്ത്യക്കാരനും സന്തോഷിക്കേണ്ടതും അഭിമാനിക്കേണ്ടതുമായ ഒരു സുദിനമാണ് സ്വാതന്ത്ര്യദിനം. നാം ഇന്നനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒത്തിരി മഹാത്മാക്കളുടെ പ്രയത്നമാണ്, ത്യാഗമാണ്. ഈ ദിനത്തിൽ നാം ഇവരെയെല്ലാം നന്ദിയോടെ ഓർക്കേണ്ടതാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കാൻ, പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്. നന്ദി, നമസ്കാരം. മാന്യ സദസ്സിന് വന്ദനം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ആഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കേണ്ട സുദിനം. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ധീര ദേശാഭിമാനികൾക്ക് ആദരവർപ്പിച്ചുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ചാച്ചാ നെഹ്റു, മഹാത്മജി, ബാലഗംഗാധര തിലകൻ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങി മറ്റനേകം മഹാന്മാരുടെ ത്യാഗത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ഫലമാണ് നാം ഇന്നനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഈ സുദിനത്തിൽ ഇന്ത്യക്ക് ഈ മഹാന്മാർ നേടിത്തന്ന സ്വാതന്ത്ര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കുമെന്നും നമ്മുടെ രാജ്യത്തെ ഒരു മുൻനിര രാജ്യമാക്കാൻ പരിശ്രമിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. നന്ദി, നമസ്കാരം.
ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കണ്ടേ. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ.